ഭാരത ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. നമ്മൾ ഇതുവരെ കേട്ടിരുന്ന IPC ഇന്ത്യൻ പീനൽ കോഡ് എന്ന പഴയ നിയമം പൂർണ്ണമായി മാറ്റിയാണ് ഈ പുതിയ നിയമം വന്നത്. ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങളായിരുന്നു IPC. അത് ഇന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് പൂർണ്ണമായി അനുയോജ്യമല്ല എന്ന തിരിച്ചറിവിലാണ് ഭാരത ന്യായ സംഹിത കൊണ്ടുവന്നത്. ഈ നിയമം 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ. ഇനി മുതൽ ഒരു കുറ്റകൃത്യം നടന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും കോടതിയിൽ വിചാരണ നടക്കുന്നതും എല്ലാം ഈ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമത്തിൽ പല പ്രധാന മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ മാറ്റം രാജ്യദ്രോഹം എന്ന വകുപ്പ് പഴയ രീതിയിൽ ഇല്ല. രാജ്യത്തിന്റെ ഐക്യത്തെയും സുരക്ഷയെയും ഭീഷണിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന രീതിയിലാണ് ഇനി കുറ്റം നിർവചിക്കുന്നത്. രണ്ടാമത്തെ വലിയ മാറ്റം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റങ്ങൾ കൂടുതൽ കർശനമായി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബലാത്സംഗം, ലൈംഗിക അതിക്രമം, കുട്ടികൾക്കെതിരായ കുറ്റങ്ങൾ, ഇതിൽ ശിക്ഷകൾ കൂടുതൽ ശക്തമാണ്. മൂന്നാമത്തെ മാറ്റം മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ചുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ വ്യക്തമായി നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പ്, ഡിജിറ്റൽ ഭീഷണി, വ്യാജ പ്രൊഫൈൽ ഹാക്കിംഗ് എന്നിവയ്ക്ക് ഇനി വ്യക്തമായ ശിക്ഷകളുണ്ട്. നാലാമത്തെ പ്രധാന കാര്യം കേസുകൾ നീണ്ടുപോകാതിരിക്കാൻ സമയം പരിധികൾ നിയമത്തിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പരാതി, അന്വേഷണം, ചാർജ് ഷീറ്റ്, വിചാരണ എല്ലാം ഒരു സമയക്രമത്തിൽ നടക്കണമെന്നാണ് ഈ നിയമം പറയുന്നത്. അഞ്ചാമത്തെ മാറ്റം കൂട്ടുകുറ്റങ്ങളും സംഘടിത കുറ്റകൃത്യങ്ങളും ഇനി പ്രത്യേകം കർശനമായി കണക്കാക്കും. ഗുണ്ടായിസം, മാഫിയ പ്രവർത്തനം, സംഘമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, ഇവയ്ക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കും. ഗുണ്ടായിസം, മാഫിയ പ്രവർത്തനം, സംഘമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ, ഇവയ്ക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കും. ഈ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം ശിക്ഷ മാത്രമല്ല, കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ചിന്തിക്കണമെന്നതാണ്. ജനങ്ങൾക്ക് നീതിയിലേക്ക് വേഗത്തിൽ എത്താൻ സഹായിക്കുക എന്നതാണ്. ഇനി മുതൽ ഒരു നിയമ പ്രശ്നം വന്നാൽ നമ്മൾ കേൾക്കേണ്ടത് IPC അല്ല, ഭാരത ന്യായ സംഹിത ആണ്. ഈ മാറ്റങ്ങൾ ഓരോ സാധാരണ മനുഷ്യന്റെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. അതിനാൽ ഈ പുതിയ നിയമം എന്താണ്, എങ്ങനെയാണ് എന്ന് അറിയേണ്ടത് എല്ലാവർക്കും ആവശ്യമാണ്. ഭാരത പബ്ലിക് മീഡിയ ഈ വീഡിയോ കണ്ട് സഹായകമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.